കർത്താവിന്റെ പ്രവാചകനായ ഇരമ്യാവിനെ കർത്താവ് വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനും രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും പ്രവാചകനായി നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അന്നേരം ഈ ജെറമ്യ കർത്താവിനോട് പറയുന്ന, അല്ലെങ്കിൽ ഇരമ്യാവ് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ബാലനാണ്, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ലെന്ന് പറയും. പഴയ നിയമത്തിനകത്ത് കർത്താവ് വേറൊരു പ്രവാചകനെ വിളിച്ചിട്ട് പറയുന്നു, അടുത്ത ഇസ്രായേൽ ജനത്തിനെ നീയാണ് നീ നയിക്കാറ്. അദ്ദേഹത്തിന്റെ പേര് മോശ എന്നാണ്. അദ്ദേഹം കർത്താവിനോട് പറഞ്ഞൊരു എക്സ്ക്യൂസ്, ഞാൻ വിക്കനാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ സംസാരിക്കാൻ വലിയ ശേഷിയുള്ള ആളൊന്നുമല്ല. അന്നേരം പിന്നത്തെ നമ്മൾ പഠിക്കുമ്പോൾ മോശ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിന്റെ ചങ്ങലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും. ജെറമ്യ പ്രവാചകൻ അല്ലെങ്കിൽ ഇരമ്യ പ്രവാചകൻ കഴിവില്ലെന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ട് 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും വിലാപങ്ങളുടെ പുസ്തകവും അല്ലെങ്കിൽ ഇരമ്യ പ്രവാചക പുസ്തകവും പുറത്തു വന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പക്ഷെ നിങ്ങളെ കഴിവില്ലെന്നും പ്രാപ്തിയില്ലെന്നും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തി, അല്ലെങ്കിൽ നിനക്ക് അഡ്രസ് ഇല്ലെന്നും അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്നും പറയുന്ന മേഖലയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ വലിയ ദൈവിക പ്രൊമോഷനുകൾ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടും. ഒരുപക്ഷെ നിന്റെ ദേശത്തിനകത്ത് നിനക്ക് വലിയ പേരോ പെരുമയോ ഒന്നും കാണത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ദിവസങ്ങളിൽ അതിനെ മറികടക്കുന്ന വലിയ ദൈവിക പ്രൊമോഷനുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോയ എന്റെ കൂടെ ആത്മാവിൽ സ്വീകരിക്കുക. ഗോഡ് ബ്ലസ് യു.